നമ്മുടെ ചാർട്ട് നമ്മളിങ്ങനെ നീളത്തിൽ വെക്കുക. വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ഇതുപോലെ 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നേരെ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ നേരെ താഴേക്ക് നീളത്തിൽ മടക്കി കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ചാർട്ട് നമുക്ക് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യാനുണ്ടാവും. ഇതുപോലെ നമുക്ക് ഒരു ചാർട്ടിൽ നിന്ന് 1, 2, 3, 4 പീസസ് കിട്ടും. നമ്മൾ ഈ ബാലൻസ് വന്ന് പേപ്പർ ഒരിക്കലും കളയരുത്. ഇതുകൊണ്ട് നമുക്ക് ഈ ചാർട്ടുകളെ നമുക്ക് യോജിപ്പിക്കാൻ ഈ പീസസ് നമുക്ക് എടുക്കാം. നമ്മൾ ഒരു പേപ്പർ അങ്ങനെ നീളത്തിൽ കട്ടിയെടുത്തതിന് ശേഷം താഴെ നീളം 7 ഇഞ്ച് നീളത്തിൽ താഴോട്ട് അടയാളപ്പെടുത്തുക. 7 ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരു പേപ്പർ 4 പീസായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം താഴെ 7 ഇഞ്ച് താഴെ ഭാഗം 7 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ 4ആയിട്ട് നമുക്കൊരു പേപ്പർ മടക്കി എടുക്കാൻ കഴിയും. മടക്കിയെടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മൾ ഇങ്ങനെ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ ഫ്രണ്ട് കവറിങ്ങിനായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ പേപ്പറിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച് ബോർഡർ കൊടുക്കുക. നമ്മൾ 4 ഭാഗത്തും 1/2 ഇഞ്ച് ബോർഡർ കൊടുക്കുക. നമ്മളങ്ങനെ 4 സൈഡും ബോർഡർ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പേപ്പർ യോജിപ്പിക്കാൻ വേണ്ടി ഇതുപോലൊരു ചെറിയ പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിനെ പകുതി ഭാഗം മടക്കുക. പകുതി ഭാഗം മടക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിക്കുക. മറുഭാഗത്ത് മറ്റേ പേപ്പറിൻ്റെ നമുക്ക് ഏത് ഭാഗമാണോ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് അതുപോലെ ഇങ്ങനെ ഒട്ടിക്കുക. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒരു ഭാഗം ഈ പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് ഈ വശവും ഒട്ടിക്കാം. ഈ പേപ്പറിൻ്റെ അവസാനത്തിൽ ഒരു ഭാഗത്ത് ഈ അവസാനവും കൊടുക്കുക. ഒരു ഭാഗത്ത് മറ്റേ പേപ്പറിൻ്റെ സ്റ്റാർട്ടിങ്ങും കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ മടക്കിയ പേപ്പറിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറ്റേ പേപ്പർ ഫോൾഡ് ചെയ്യാനും നമുക്ക് ഇതുപോലെ മടക്കി വെക്കാനും കഴിയും.